പ്രൈസ് ദി ലോർഡ്. നമ്മൾ തുടർമാനമായി വെളിപ്പാട് പുസ്തകവും അതിനോട് ചേർന്ന് തന്നെ ദാനിയേൽ പ്രവചനവും പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതിൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ 70 ആഴ്ചവട്ടം എന്നൊരു സബ്ജക്റ്റ് വന്നപ്പോൾ ചിലർക്കെങ്കിലും അതിലൊരു സംശയമുണ്ടായിട്ടുണ്ടാവാം. എന്താണ് ഈ 70 ആഴ്ചവട്ടം? ഇന്ന് ഈ ക്ലാസ്സിൽ നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം. വേദപുസ്തകത്തിലെ പഴയ നിയമ ഭാഗത്തുള്ള ദാനിയേൽ പ്രവചനം, ഇതെഴുതിയത് ദാനിയേൽ പ്രവാചകനാണ്. ഇതിനാസ്പദമായി ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 2-ാം വാക്യം, 10-ാം അധ്യായം 2-ാം വാക്യം, ഈ വാക്യങ്ങളിൽ ഈ വിഷയം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ എഴുത്തുകാരൻ ദാനിയേലാണ് എന്ന സൂചന യേശുക്രിസ്തുവും നൽകിയത് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 540 BC-ക്കും 537 BC-ക്കും ഇടയിലാണ് ഈ പുസ്തകത്തിൻ്റെ രചന നടന്നിട്ടുള്ളത്. 537 BC ആണ് ദാനിയേൽ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അവസാനത്തെ തീയതി. അതിനാൽ ഇതേ വർഷത്തോടെ ഈ പുസ്തകത്തിൻ്റെ രചന പൂർത്തിയാക്കിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ദാനിയേൽ പ്രവചന പുസ്തകത്തിൻ്റെ മുഖ്യ വിഷയം ദൈവത്തിൻ്റെ സർവാധികാരവും ദൈവരാജ്യത്തിൻ്റെ പുനഃസ്ഥാപനവുമാണ്. ദൈവിക ഭരണം സ്ഥാപിക്കപ്പെടുന്നതിനുള്ള കാലങ്ങളെക്കുറിച്ചാണ് നെബുക്കദ്നേസർ രാജാവിൻ്റെ സ്വപ്ന വ്യാഖ്യാനത്തിലും ദർശനങ്ങളുടെ വിവരണത്തിലും ദാനിയേൽ പ്രവചിക്കുന്നത്. ഈ കാലഗതികളെക്കുറിച്ചുള്ള മറ്റൊരു പ്രവചനമാണ് പൊതുവെ ദാനിയേലിൻ്റെ 70 ആഴ്ചവട്ടം എന്ന് അറിയപ്പെടുന്നത്. ദാനിയേൽ ബാബേൽ പ്രവാസത്തിലായിരുന്നപ്പോൾ തനിക്ക് ലഭിച്ച ദൈവിക വെളിപ്പാടുകളാണ് ഇതിൽ നമുക്ക് കാണുന്നത്. ഇത് ദാനിയേലിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാബേൽ എന്ന് പറയുന്നത് ഇന്നത്തെ ഇറാഖ് എന്ന രാജ്യമാണ്. പ്രവാസത്തിൽ ജീവിച്ചിരുന്ന ദാനിയേൽ യെരുസലേമിൻ്റെയും യഹൂദ ജനത്തിൻ്റെയും പുനഃസ്ഥാപനത്തിനായി ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ഗബ്രിയേൽ ദൂതൻ മുഖാന്തരം ദൈവം അറിയിച്ച വെളിപ്പാടുകളാണ് ദാനിയേലിൻ്റെ 70 ആഴ്ചവട്ടം എന്ന് അറിയപ്പെടുന്നത്. യെരുസലേമിൻ്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരുമെന്ന് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദാനിയേൽ മനസ്സിലാക്കി. അവരുടെ പ്രവാസ ജീവിതം അപ്പോൾ ഏകദേശം 70 വർഷങ്ങളായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ദൈവിക ഇടപെടൽ വേഗം ഉണ്ടാകേണ്ടതിനാണ് അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചത്. യിരെമ്യാവിൻ്റെ പ്രവചനത്തിൻ്റെ പൊരുൾ വ്യാഖ്യാനിച്ച് നൽകേണ്ടതിന് ഗബ്രിയേൽ ദൂതൻ അവൻ്റെ യാചനകളുടെ ആരംഭത്തിങ്കൽ തന്നെ അവന് പ്രത്യക്ഷനായി. ഗബ്രിയേൽ ദൂതൻ്റെ വാക്കുകളാണ് പ്രവചനമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ പ്രവചനങ്ങൾ ഗൂഢാർത്ഥമായ ഭാഷയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് വേഗത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്ത നിലയിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനാൽ 2-ാം യഹൂദ ദേവാലയ കാലം മുതൽ ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം നമുക്കൊന്ന് നോക്കാം. 605 BC-യിൽ കർക്കമിഷ് യുദ്ധത്തിൽ നെബുക്കദ്നേസർ രണ്ടാമൻ ഈജിപ്തിനെ പരാജയപ്പെടുത്തി പുതിയ ബാബേൽ സാമ്രാജ്യം അദ്ദേഹം സ്ഥാപിച്ചു. നെബുക്കദ്നേസർ രാജാവ് BC 605 മുതൽ 562 വരെയുള്ള ബാബേൽ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായിരുന്നു. ബാബേൽ സാമ്രാജ്യത്തിൻ്റെ പുനഃസ്ഥാപനം യഹൂദ്യ രാജ്യത്തിന് വളരെ പ്രധാനപ്പെട്ട സംഭവമായി. BC 609 മുതൽ ഇസ്രയേൽ ഈജിപ്തിന് കപ്പം കൊടുക്കുന്ന ആശ്രിത രാജ്യമായിരുന്നു. ഈജിപ്റ്റ് ബാബേലിന് കീഴടങ്ങിയപ്പോൾ യഹൂദ്യ ബാബിലോണിന് കപ്പം കൊടുക്കുന്ന ആശ്രിത രാജ്യമായി മാറി. ബാബേലിൻ്റെ അധിനിവേശത്തിനും കപ്പം കൊടുക്കുന്നതിനുമെതിരെ 597 BC-യിൽ യഹൂദ രാജാവായ യഹോയാഖീൻ ബാബേൽ രാജാവിന് എതിരെ കലാപം ഉണ്ടാക്കി. അതിനാൽ 597 BC-യിൽ നെബുക്കദ്നേസർ രാജാവ് യഹൂദയെ ആക്രമിച്ചു, കലാപത്തെ പരാജയപ്പെടുത്തി. യഹോയാഖീമിനെയും അവൻ്റെ അമ്മയെയും അവൻ്റെ ഭൃത്യന്മാരെയും യഹൂദ പ്രഭുക്കന്മാരെയും ഷണ്ണന്മാരെയും ബാബേലിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. അതിനുശേഷം യഹൂദ രാജാവായ സിദക്കിയാവിൻ്റെ കാലത്ത്
ബാബേലിനെതിരെ വീണ്ടും ഒരു കലാപം ഉണ്ടായി. ഇതിനെതിരെ 589 BC ഡിസംബർ മാസം ബാബേൽ സൈന്യം യഹൂദയെ ആക്രമിച്ചു. ഇത് ഉപരോധവും യുദ്ധവുമായി 30 മാസങ്ങൾ നീണ്ടുനിന്നു. 586 BC-യിൽ ബാബേൽ സൈന്യം യഹൂദിയെ കീഴടക്കി. യെരുസലേം പട്ടണത്തെയും ദേവാലയത്തെയും തകർത്തു കളഞ്ഞു. ബാബേൽ സൈന്യം അനേകം യഹൂദന്മാരെ ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തു. യഹൂദന്മാർ ബാബേൽ പ്രവാസത്തിലേക്ക് പോയത് ഒരു പ്രാവശ്യമായിട്ടല്ല എന്നാണ് ചരിത്രകാരന്മാരുടെ അഭിപ്രായം. യഹൂദിയിൽ ബാബേലിനെതിരെ കലാപങ്ങൾ ഉയർന്നപ്പോൾ ആ സമയങ്ങളിലെല്ലാം അവർ അതിനെ അടിച്ചമർത്തുകയും കുറെ യഹൂദന്മാരെ പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തു. യഹൂദന്മാരെ മൊത്തമായി ഒരു കാലത്തും ബാബേലിലേക്ക് കൊണ്ടുപോയതുമില്ല. ബാബേലിലേക്ക് 10,000 പേരെ മാത്രമേ നാടുകടത്തിയുള്ളൂ എന്നും യഹൂദിയിലെ കഴിവും നിപുണതയുമുള്ളവരെയും പുരോഹിതന്മാരെയും സമ്പന്നന്മാരെയും മാത്രമേ ബാബേലിലേക്ക് കൊണ്ടുപോയുള്ളൂ എന്നും ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. 597-ലാണ് ആദ്യമായി യഹൂദന്മാരെ ബാബേലിലേക്ക് പിടിച്ചുകൊണ്ടുപോകുന്നത്. ഈ ഒരു അഭിപ്രായമാണ് മിക്ക പണ്ഡിതന്മാർക്കുമുള്ളത്. എന്നാൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ളവരുമുണ്ട്. യെരമ്യാ പ്രവചനം 29:10 പറയുന്നതനുസരിച്ച് അവർ 70 വർഷങ്ങൾ ബാബേലിലായിരുന്നു. എന്നാൽ ചില പണ്ഡിതന്മാർ പ്രവാസ ജീവിതം 608 BC മുതൽ 538 BC വരെ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. മറ്റു ചിലർ 586 BC മുതൽ രണ്ടാമത്തെ ദേവാലയം യെരുസലേമിൽ പ്രതിഷ്ഠിച്ച 516 BC വരെ ആയിരുന്നു എന്നും അഭിപ്രായപ്പെടുന്നുണ്ട്. യഹൂദന്മാർക്ക് യെരുസലേമിലേക്ക് തിരികെ പോകുവാൻ അനുവദിച്ചുകൊണ്ടുള്ള പേർഷ്യൻ രാജാവായ കോരസ് BC 538 കൽപ്പന ഇറക്കിയപ്പോൾ ഈ പ്രവാസ ജീവിതം അവസാനിച്ചു എന്നാണ് പൊതുവെയുള്ള ധാരണ. എന്നാൽ അതിനുശേഷവും ബാബേലിൽ യഹൂദന്മാരുണ്ടായിരുന്നു. 458 BC-യിൽ എസ്രായുടെ നേതൃത്വത്തിലും 445 BC-യിൽ നെഹമ്യാവിൻ്റെ നേതൃത്വത്തിലും യഹൂദന്മാർ യെരുസലേമിലേക്ക് തിരികെ പോയി. നെബൂഖദ്നേസർ രാജാവ് പ്രവാസത്തിലേക്ക് പിടിച്ചുകൊണ്ടുപോയ യഹൂദന്മാരിൽ ഒരാളായിരുന്നു ദാനിയേൽ. ദാനിയേലിന് ബാബേലിലെ കൊട്ടാരത്തിൽ പ്രത്യേക വിദ്യാഭ്യാസവും പരിശീലനവും ലഭിച്ചു. നെബൂഖദ്നേസർ രാജാവിൻ്റെ സ്വപ്നം വ്യാഖ്യാനിക്കുന്നതിലൂടെ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായ ഉപദേഷ്ടാവായും പ്രവാചകനായും ദാനിയേൽ മാറി. വേദപുസ്തക പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ദാനിയേൽ ബാബേലിലേക്ക് പ്രവാസത്തിൽ പോയത് അദ്ദേഹത്തിൻ്റെ 17-ാം വയസ്സിലായിരുന്നിരിക്കണം. ഒരുപക്ഷെ അദ്ദേഹം പ്രവാസത്തിൽ പോയപ്പോൾ 1-2 വയസ്സ് കൂടി ഇളപ്പമോ കൂടുതലോ ആയിരുന്നിരിക്കാം. ഈ കണക്ക് വെച്ച് കൂട്ടിയാൽ ദാനിയേൽ എന്ന പുസ്തകം എഴുതുമ്പോൾ അദ്ദേഹത്തിന് 85-നും 90-നും ഇടയിൽ പ്രായമുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 536 BC വരെയാണ് ശരിയായ ബാബേൽ സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടം. ബാബേൽ പട്ടണം യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്തിരുന്നു. അത് കിഴക്കൻ രാജ്യങ്ങളുടെ വ്യാപാര കേന്ദ്രമായിരുന്നു. ഈ പട്ടണത്തെ വേദപുസ്തകത്തിൽ സ്വർണ്ണ നഗരം എന്ന് വിളിക്കുന്നുണ്ട്. യെശയ്യാ പ്രവചനം 14-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ ആ പദം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നെബൂഖദ്നേസർ രാജാവ് ഈ പട്ടണത്തെ ഒരു മഹാസാമ്രാജ്യമാക്കി മാറ്റി. ബാബേൽ, ലുദ്യ, ഈജിപ്റ്റ്, മേധ്യ എന്നീ അക്കാലത്തുണ്ടായിരുന്ന മധ്യപൂർവ്വ ദേശത്തെ വലിയ രാജ്യങ്ങൾ ഇവയായിരുന്നു. മേധ്യ രാജ്യത്തെ മാത്രമായി വലിപ്പം കൊണ്ട് ഒരു സാമ്രാജ്യമായി കണക്കാക്കിയിരുന്നു. മേധ്യ രാജ്യത്തിൻ്റെ ഘടകമായ ഇറാനിലെ 6 ഗോത്രവർഗക്കാരിൽ ഒരു രാജ്യമായിരുന്നു പാർസ്യ എന്ന് പറയുന്ന രാജ്യം. ഇവരെല്ലാം മേധ്യ രാജ്യത്തിന് കപ്പം കൊടുക്കണമായിരുന്നു. 559 BC-യിൽ കോരേശ് രാജാവ് പാർസ്യ രാജ്യത്തിൻ്റെ അധികാരത്തിൽ വന്നു. 553-ൽ അദ്ദേഹം മറ്റ് ഗോത്രവർഗക്കാരെ ഒരുമിച്ച് കൂട്ടി മേധ്യ രാജ്യത്തിനെതിരെ കലാപം ഉണ്ടാക്കി. അങ്ങനെ പാർസ്യ രാജ്യങ്ങളുടെ കൂട്ടായ്മ മേധ്യ രാജ്യത്തെ 550 BC-യിൽ പിടിച്ചടക്കി. കോരശും കൂട്ടരും മേധ്യ രാജ്യത്തിൻ്റെ നിയന്ത്രണത്തിന് കീഴിലായിരുന്ന
എല്ലാ രാജ്യങ്ങളുടെയും അധികാരം പിടിച്ചെടുത്തു. അങ്ങനെ മേദ്യ പാർസ്യ സാമ്രാജ്യം ഉടലെടുത്തു. കോരേശ് മേദ്യ പാർസ്യ സാമ്രാജ്യത്തെ ഒരുപാട് വിശാലമാക്കി. 539 BC ബാബേൽ രാജാവായിരുന്ന ബേൽശസറിൻ്റെ കാലത്ത് കോരേശ് ബാബേൽ സാമ്രാജ്യം പിടിച്ചെടുത്തു. അങ്ങനെ യഹൂദ്യ മേദ്യ പാർസ്യ സാമ്രാജ്യത്തിൻ്റെ അധീനതയിൽ ആയിത്തീർന്നു. യിരെമ്യാ പ്രവചനം. ദാനിയേൽ 9-ാം അധ്യായത്തിലാണ് 70 ആഴ്ചവട്ടത്തിൻ്റെ വിവരണം ഉള്ളത്. ഈ അധ്യായം ആരംഭിക്കുന്നത് ഈ ദർശനം അദ്ദേഹത്തിന് ലഭിക്കുന്ന ചരിത്രകാലം സൂചിപ്പിച്ചുകൊണ്ടാണ്. ദാനിയേൽ 9:1 കൽദയ രാജ്യത്തിന് രാജാവായി തീർന്നവനും മേദ്യ സന്തതിയിലുള്ള അഹശ്വേരോശിൻ്റെ മകനുമായ ദാര്യാവേശിൻ്റെ 1-ാം ആണ്ടിൽ കൽദയ രാജ്യം എന്നാണ് ബാബേലിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം മേദ്യ സന്തതിയിലുള്ള അഹശ്വേരോശിൻ്റെ മകനാണ് എന്നും ഇവിടെ പറയുന്നുണ്ട്. ദാനിയേൽ പ്രവചനം 11-ാം അധ്യായം 1-ാം വാക്യത്തിൽ മേദ്യനായ ദാര്യാവേശ് എന്ന് നമുക്ക് 9-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ദാര്യാവേശ് എന്നൊരു രാജാവിനെ കുറിച്ച് യാതൊരു ചരിത്രരേഖകളും ഇന്ന് വരെ ഇല്ല. ദാര്യാവേശ് ആരായിരുന്നു എന്നതിനെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, മേദ്യനായ ദാര്യാവേശും കോരേശും ഒരാൾ തന്നെയാണ് എന്നതാണ് വേദപുസ്തകത്തിൽ പറയുന്ന ദാര്യാവേശിൻ്റെ 1-ാം ആണ്ടും ബാബേൽ സാമ്രാജ്യത്തിൻ്റെ മേദ്യ പാർസ്യ സാമ്രാജ്യം പിടിച്ചെടുത്തതിൻ്റെ 1-ാം ആണ്ടും ഒരു കാലഘട്ടമാണ്. അത് 539 BC ആണ്. ബാബേലിൻ്റെ അവസാനത്തെ രാജാവ് ബെൽശസ്സർ ആയിരുന്നു. അതിനുശേഷം ബാബേൽ മേദ്യ പാർസ്യ സാമ്രാജ്യത്തിന് കീഴിലായി. പാർസ്യ രാജാവായിരുന്ന കോരേശ് പുതിയ സാമ്രാജ്യത്തിൻ്റെ രാജാവുമായി. ബെൽശസ്സറിനും കോരേശിനുമിടയിൽ മറ്റൊരു രാജാവ് ഉണ്ടാകുന്നില്ല. ചരിത്ര പുസ്തകങ്ങളും മറ്റൊരു രാജാവിനെക്കുറിച്ച് പറയുന്നില്ല. അതിനാൽ മേദ്യനായ ദാര്യാവേശ് എന്ന് ദാനിയേൽ ഉദ്ദേശിച്ചത് കോരേശിനെ കുറിച്ചായിരിക്കണം. മിസ്രയീമിലെ രാജാക്കന്മാരെ പൊതുവെ ഫറവോൻ എന്ന് വിളിക്കാറുള്ളത് പോലെ ഒരു രാജകീയ സ്ഥാനപ്പേരായിരുന്നിരിക്കാം ദാര്യാവേശ് എന്നത്. കോരേശ് രാജാവ് പാർസ്യ രാജ്യത്തിൻ്റെ അധികാരിയായിരുന്നു. പാർസ്യ മേദ്യ രാജ്യത്തെ പിടിച്ചെടുത്താണ് മേദ്യ പാർസ്യ സാമ്രാജ്യം ഉണ്ടായത്. എന്നാൽ ദാനിയേൽ അദ്ദേഹത്തെ മേദ്യനായ ദാര്യാവേശ് എന്നാണ് വിളിച്ചിരിക്കുന്നത്. അതെന്തുകൊണ്ടായിരിക്കണം? കോരേശിൻ്റെ അമ്മ മേദ്യദേശത്തുള്ള ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ വല്യപ്പനായ ആസ്റ്റി ആഗസ്റ്റ് അക്കാലത്ത് മേദ്യ രാജ്യത്തിൻ്റെ രാജാവുമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് മേദ്യ രാജ്യവുമായി ബന്ധമുണ്ടായിരുന്നു. ഈ വിശദീകരണത്തിന് ചില പിഴവുകളുണ്ട്. കോരേശിന് മാതാവിലൂടെ മേദ്യ രാജ്യവുമായി ബന്ധമുണ്ടെങ്കിലും സാധാരണയായി പേർഷ്യൻ രാജാക്കന്മാർ അവരുടെ വംശാവലി പിതാക്കന്മാരിലൂടെയാണ് കണക്കാക്കപ്പെടുന്നത്. ദാനിയേൽ 1:9 ദാര്യാവേശിൻ്റെ പിതാവ് അഹശ്വേരോശ് എന്നാണ് പറയുന്നത്. എന്നാൽ കോരേശിൻ്റെ പിതാവ് കംബൈസൈസ് എന്ന 1-ാമൻ ആണ് എന്നാണ് ചരിത്രം പറയുന്നത്. മറ്റൊരു വിശദീകരണം ഇങ്ങനെയാണ്: മേദ്യ പാർസ്യ സാമ്രാജ്യം പല രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയായിരുന്നു. ഈ രാജ്യങ്ങളുടെ സാമ്രാജ്യത്തിൻ്റെ വിവിധ പ്രവിശ്യകളിലായി കണക്കാക്കിയാണ് ഭരണം നടത്തിയിരുന്നത്. മുൻപ് സ്വതന്ത്ര രാജ്യങ്ങളായിരുന്ന ഈ പ്രവിശ്യകളുടെ രാജാക്കന്മാർ തന്നെയായിരുന്നു അവിടെ ഭരണം നടത്തിയിരുന്നത്. അവർ പ്രാദേശിക ഭരണാധികാരികൾ അല്ലെങ്കിൽ ഗവർണർമാരായി തുടർന്നു. അതിനാൽ മേദ്യനായ ദാര്യാവേശ് ബാബേൽ പ്രവിശ്യയുടെ പ്രാദേശിക ഭരണാധികാരി ആയിരുന്നിരിക്കാം. ദാനിയേൽ 5:30-31 ബെൽശസ്സർ കൊല്ലപ്പെട്ട രാത്രിയിൽ തന്നെ മേദ്യനായ ദാര്യാവേശ് ബാബേൽ സാമ്രാജ്യത്തിൻ്റെ രാജാവായി എന്ന് പറയുന്നുണ്ട്. ദാനിയേൽ പ്രവചനം 5-ാം അധ്യായം 30-31 വാക്യത്തിൽ നമ്മളത് വായിക്കുന്നു. ആ രാത്രിയിൽ തന്നെ കൽദയ രാജാവായ ബെൽശസ്സർ കൊല്ലപ്പെട്ടു. മേദ്യനായ ദാര്യാവേശ് 62 വയസ്സുള്ളവനായി രാജത്വം പ്രാപിച്ചു. ഇതിനെക്കുറിച്ച് യഹൂദ ചരിത്രകാരനായ ഫ്ലാവിയസ് ജോസിഫസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ബാബേലിനെ ദാര്യാവേശ് പിടിച്ചെടുത്തു.
അവനും അവൻ്റെ ബന്ധുവായ കോരശും ബാബേൽ ഭരണത്തെ അവസാനിപ്പിച്ചു. അപ്പോൾ ദാര്യാവേശിന് 62 വയസ്സ് പ്രായമായിരുന്നു. അവൻ ആസ്തി ആഗസിൻ്റെ മകനായിരുന്നു എന്നും പറയുന്നു. അവന് ഗ്രീക്ക് ഭാഷയിൽ മറ്റൊരു പേര് ഉണ്ടായിരുന്നു എന്നും നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. മേത്യ പാർസ്യ സാമ്രാജ്യത്തിന് ഒരു ഫെഡറൽ ഭരണ സംവിധാനമാണ് ഉണ്ടായിരുന്നത്. പ്രവിശ്യകൾക്ക് പ്രാദേശിക ഭരണാധികാരികൾ ഉള്ളപ്പോഴും കോരശായിരുന്നു സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തി. 2 ദിനവൃത്താന്തം 36 അധ്യായം 22 വാക്യവും എസ്ര 5:13 ഈ വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പാർസി രാജാവായ കോരശ് ബാബേൽ സാമ്രാജ്യത്തിൻ്റെ രാജാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ 1-ാം ആണ്ടിലാണ് യെറുസലേമിലെ ദേവാലയം പണിയുവാൻ കൽപ്പന നൽകിയത്. 2 ദിനവൃത്താന്തം 36 അധ്യായം 22 വാക്യത്തിൽ എന്നാൽ യിരെമ്യാവ് മുഖാന്തരം ഉണ്ടായ യഹോവയുടെ വചനം നിവർത്തിയാകേണ്ടതിന് പാർസി രാജാവായ കോരശിൻ്റെ 1-ാം ആണ്ടിൽ യഹോവ പാർസി രാജാവായ കോരശിൻ്റെ മനസ്സുണർത്തി. അവൻ തൻ്റെ രാജ്യത്തെല്ലായിടവും ഒരു വിളംബരം പ്രസിദ്ധമാക്കി രേഖാമൂലം പരസ്യം ചെയ്തതെന്തെന്നാൽ, എസ്രയുടെ പുസ്തകം 5-ാം അധ്യായം 13-ാം വാക്യത്തിൽ നമ്മളത് വായിക്കുന്നു. എന്നാൽ ബാബേൽ രാജാവായ കോരശിൻ്റെ 1-ാം ആണ്ടിൽ കോരശ് രാജാവ് ഈ ദേവാലയം പണിയുവാൻ കൽപ്പന തന്നു. ദാനിയേൽ 6-ാം അധ്യായത്തിൽ ഒരു ദാര്യാവേശിനെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം ബാബേലിൻ്റെ രാജാവായിരുന്നു. ഈ ദാര്യാവേശാണ് ദാനിയേലിനെ സിംഹങ്ങളുടെ ഗുഹയിലിടുവാൻ കൽപ്പന നൽകിയത്. രാജ്യത്തിലെ സകല അധ്യക്ഷന്മാരും സ്ഥാനാധിപതികളും പ്രധാന ദേശാധിപന്മാരും മന്ത്രിമാരും ഇവരെല്ലാം കൂടെ കൂടിയാലോചിച്ച ഒരു ഉപായത്തിൽ രാജാവ് വീഴുകയായിരുന്നു ചെയ്തത്. ദാനിയേലിനെ രക്ഷിക്കുവാൻ അദ്ദേഹം ശ്രമിച്ചു. അതിനാൽ അദ്ദേഹത്തെ ക്രൂരനായ ഒരു ഭരണാധികാരിയായി അല്ല ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ദാനിയേലിനോടുള്ള രാജാവിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കും. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. സിംഹത്തിൻ്റെ കുഴിയിൽ വീണു എങ്കിലും ദൈവം ദാനിയേലിനെ രക്ഷിച്ചു. ഈ അധ്യായം അവസാനിക്കുന്നത് ഈ വാക്കുകളോടെയാണ്. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം 28-ാം വാക്യം. എന്നാൽ ദാനിയേൽ ദാര്യാവേശിൻ്റെ വാഴ്ചയിലും പാർസി രാജാവായ കോരശിൻ്റെ വാഴ്ചയിലും ശുഭപ്പെട്ടിരുന്നു. ഇതിൽ നിന്നും ദാനിയേൽ 6-ാം അധ്യായത്തിൽ പറയുന്ന ദാര്യാവേശും കോരശും 2 രാജാക്കന്മാരാണെന്നും കോരശ് പിന്നീട് അധികാരത്തിൽ വന്ന രാജാവാണ് എന്നും മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ പേര് പറയുന്ന ദാര്യാവേശ് തന്നെയാണോ 9-ാം അധ്യായത്തിൽ പറയുന്ന ദാര്യാവേശ് എന്ന് ഉറപ്പില്ല. ദാര്യാവേശ് എന്നത് സ്ഥാനപ്പേരാകുവാനും സാധ്യതയുണ്ട്. യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം ദൈവം അരുളി ചെയ്ത യഹൂദന്മാരുടെ 70 വർഷത്തെ പ്രവാസകാലം ഏകദേശം അവസാനിക്കാറായി എന്ന് ദാനിയേലിന് മനസ്സിലായി. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 1-ാം വാക്യം. ഇത് അദ്ദേഹം കണക്കാക്കിയത് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം, 12-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം എന്നീ വാക്കുകളിലൂടെയാണ്. യിരെമ്യാ പ്രവചനം 25-ാം അധ്യായത്തിൻ്റെ 11, 12 വാക്യങ്ങളിൽ ഇങ്ങനെ നാം വായിക്കുന്നു: ഈ ദേശമൊക്കെയും ശൂന്യവും സ്തംഭനഹേതുവും ആകും. ഈ ജാതികൾ ബാബേൽ രാജാവിനെ 70 സംവത്സരം സേവിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. 70 സംവത്സരം തികയുമ്പോൾ ഞാൻ ബാബേൽ രാജാവിനെയും ആ ജാതിയെയും കൽദയരുടെ ദേശത്തെയും അവരുടെ അതിക്രമം നിമിത്തം സന്ദർശിച്ച് അതിനെ ശാശ്വത ശൂന്യമാക്കി തീർക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. യിരെമ്യാ പ്രവചനം 29-ാം അധ്യായം 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ബാബേലിലെ 70 സംവത്സരം കഴിഞ്ഞ ശേഷം ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തുമെന്ന് നിങ്ങളോടുള്ള എൻ്റെ വചനം ഞാൻ നിവർത്തിയാക്കുകയുള്ളൂ. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ എന്നോട് അപേക്ഷിച്ചു എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. 13-ാം വാക്യത്തിൽ നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. 14-ാം വാക്യം
നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിങ്ങളുടെ പ്രവാസം മാറ്റും. ഞാൻ നിങ്ങളെ നീക്കിക്കളഞ്ഞിരിക്കുന്ന സകല ജാതികളിൽ നിന്നും എല്ലാ ഇടങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് ഞാൻ നിങ്ങളെ വിട്ടുപോകുമാറാക്കിയ സ്ഥലത്തേക്ക് തന്നെ മടക്കി വരുത്തും എന്ന് യഹോവയുടെ അരുളപ്പാട്. 70 സംവത്സരം കൊണ്ട് പ്രവാസകാലം അവസാനിക്കണമെന്ന് മനസ്സിലാക്കിയ ദാനിയേൽ അതിൻ്റെ നിവൃത്തിക്കായി ഉപവസിച്ചും രട്ടുടുത്തും വെണ്ണീരിലിരുന്നും കൊണ്ട് പ്രാർത്ഥനയോടും യാചനകളോടും കൂടെ അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവിങ്കിലേക്ക് തൻ്റെ മുഖം തിരിച്ചു. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 3-ാം വാക്യം. അവൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവം ഗബ്രിയേൽ ദൂതനെ അയച്ചു. ഗബ്രിയേൽ ദാനിയേലിന് 70 പ്രവചന ആഴ്ചവട്ടത്തെക്കുറിച്ചുള്ള വെളിപ്പാട് നൽകി. അത് ഗബ്രിയേൽ വ്യാഖ്യാനിച്ചു കൊടുക്കുകയും ചെയ്തു. ഇസ്രയേൽ ജനത്തിൻ്റെ സ്വന്തം ദേശത്തിലേക്കുള്ള പുനഃസ്ഥാപനം വേഗത്തിൽ സംഭവിക്കണമെന്നാണ് ദാനിയേൽ ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും. എന്നാൽ ദൈവം അവന് മറ്റൊരു 70 ആഴ്ചവട്ടത്തെക്കുറിച്ചുള്ള ദർശനമാണ് നൽകിയത്. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തിൽ നിന്ന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ടത് എന്തെന്നാൽ, യെരുസലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായൊരു പ്രഭു വരെ 7 ആഴ്ചവട്ടം, 62 ആഴ്ചവട്ടം കൊണ്ട് അതിനെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. 26-ാം വാക്യത്തിൽ 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ടും അഭിഷിക്തൻ ഛേദിക്കപ്പെടും, അവന് ആരും ഇല്ലെന്ന് വരും. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജ്ജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അവൻ്റെ അവസാനം ഒരു പ്രളയത്തോടുകൂടെ ആയിരിക്കും. അവസാനത്തോളം യുദ്ധമുണ്ടാകും, ശൂന്യങ്ങളും നിർണയിക്കപ്പെട്ടിരിക്കുന്നു. 27-ാം വാക്യം. അവൻ ഒരു ആഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിന് മധ്യേ അവൻ ഹനനയാകവും ഭോജനയാകവും നിർത്തലാക്കി കളയും. മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവൻ്റെ മേൽ കോപം ചൊരിയും. യെരമ്യാ പ്രവാചകന്റെ വാക്കുകൾക്ക് ഒരു അനുബന്ധമാണ് ഗബ്രിയേൽ ദൂതന്റെ വെളിപ്പെടുത്തലുകൾ. യഹൂദന്മാരുടെയും യെരുസലേമിൻ്റെയും പുനഃസ്ഥാപനം ഗബ്രിയേൽ അറിയിച്ച 70 ആഴ്ചവട്ടം കൊണ്ട് മാത്രമേ സമ്പൂർണമായി നിവർത്തിയാകൂ. ദർശനവും പ്രവചനവും മുദ്രയിടുവാനും ഈ പ്രവചനത്തിൻ്റെ അർത്ഥം അവൻ അറിയിച്ച പ്രവചന ദർശനങ്ങൾ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നതുമാണ്. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 24-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും നിയമിക്കപ്പെട്ട 70 ആഴ്ചവട്ടം നൽകിയിരിക്കുന്നു. ഈ കാലഘട്ടത്തിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് ഗബ്രിയേൽ 24-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. 1. അതിക്രമത്തെ തടസ്സം ചെയ്തു. 2. പാപങ്ങളെ മുദ്രയിടുവാൻ. 3. അകൃത്യത്തിനും പ്രായശ്ചിത്തം ചെയ്തു. 4. നിത്യനീതി വരുത്തുവാനും. 5. ദർശനവും പ്രവചനവും മുദ്രയിടുവാനും. 6. അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. 70 ആഴ്ചവട്ടം പാപത്തെ അവസാനിപ്പിക്കുവാനും നിത്യമായ നീതി സ്ഥാപിക്കുവാനും വേണ്ടിയാണ്. യേശുക്രിസ്തു 1000 ആണ്ട് വാഴ്ച സ്ഥാപിക്കുന്നതിന് മുൻപ് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇവയെല്ലാം. ഇതിൽ 3ാമത് പറഞ്ഞിരിക്കുന്ന അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്തു എന്നത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ നിവർത്തിയായി. റോമാലേഖനം 3-ാം അധ്യായം 25-26 വാക്യങ്ങൾ. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തൻ്റെ സ്നേഹത്തിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ അവരെ പാപത്തിൽ നിന്ന് വിടുവിക്കുകയും
ആ പാപത്തിന് ശിക്ഷ നൽകാതിരിക്കുകയും ചെയ്ത നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ 26 വാക്യത്തിൽ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഈ കാലത്ത് തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ തന്നെ അങ്ങനെ ചെയ്തു. എബ്രായർ 2:17 നമ്മൾ വായിക്കുന്നു, അതുകൊണ്ട് ജനത്തിൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനുമാകേണ്ടതിന് സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് സദൃശ്യവനായി തീരാൻ ആവശ്യമായിരുന്നു. 25 വാക്യം മുതൽ ഗബ്രിയേൽ ഈ കാലഘട്ടത്തിൽ സംഭവിക്കാനിരിക്കുന്ന സംഭവങ്ങളുടെ ഒരു പട്ടിക പറയുന്നുണ്ട്. ഇതിൽ ഓരോന്നിനെക്കുറിച്ചും വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ വേദപണ്ഡിതന്മാരുടെ ഇടയിലുണ്ട്. 1, കഷ്ടകാലങ്ങളിൽ തന്നെ യെറുസലേം വീണ്ടും പണിയപ്പെടും. 2, അഭിഷിക്തനായൊരു പ്രഭു അല്ലെങ്കിൽ മശിക പ്രത്യക്ഷനാകും. 3, അഭിഷിക്തൻ ഛേദിക്കപ്പെടും, അതായത് മശിക കൊല്ലപ്പെടും. 4, അവൻ്റെ മരണശേഷം യെറുസലേമിനെയും ദേവാലയത്തെയും വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജനം തകർക്കും. 5, അവൻ വരുവാനിരിക്കുന്ന പ്രഭു അല്ലെങ്കിൽ എതിർ ക്രിസ്തു ഒരു ഉടമ്പടി ഉറപ്പിക്കും. 6, മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും, അത് എതിർ ക്രിസ്തുവിനെ കാണിക്കുന്നു. 7, അവൻ്റെ അതായത് എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തിന് സമാപ്തി ഉണ്ടാകും. ബാബേൽ പ്രവാസത്തിൽ നിന്ന് ഇസ്രായേൽ ജനം 538 BC മുതൽ സ്വന്തം ദേശത്തേക്ക് തിരികെ വരുവാൻ അവർ ആരംഭിച്ചു. അവർ യെറുസലേം പട്ടണത്തെയും ദേവാലയത്തെയും പുതുക്കിപ്പണിതു. എന്നാൽ ദൈവം ഇവിടെ നൽകുന്ന 70 ആഴ്ചവട്ടത്തെക്കുറിച്ചുള്ള വെളിപ്പാട് മറ്റൊരു കാലഘട്ടത്തെക്കുറിച്ചുള്ള ദൈവിക ക്രമീകരണമാണ്. ഈ കാലഘട്ടം ആരംഭിക്കുന്നത് BC 445 പ്രവചനത്തിലെ 70 ആഴ്ചവട്ടം എന്നത് 490 വർഷങ്ങളാണ്. ഒരാഴ്ചയിൽ 7 ദിവസങ്ങളാണുള്ളത്. അത് പ്രവചനത്തിൽ 7 വർഷങ്ങളായി കണക്കാക്കപ്പെടുന്നു. അങ്ങനെ 7 വർഷങ്ങളുടെ 70 വർഷങ്ങൾ, അതായത് 490 വർഷങ്ങൾ അതാകും. സംഖ്യാപുസ്തകം 14 അധ്യായം 34 വാക്യത്തിൽ ദേശം ഒറ്റുനോക്കിയ 40 ദിവസത്തിൻ്റെ എണ്ണത്തിനൊത്തവണ്ണം ഒരു ദിവസത്തിന് 1 സംവത്സരം വീതം 40 സംവത്സരം നിങ്ങൾ നിങ്ങളുടെ അകൃത്യങ്ങൾ വഹിച്ച് എൻ്റെ അകൽച്ച അറിയും. കനാൻ ദേശം ഒറ്റുനോക്കാൻ മോശെ അയച്ച 12 പേരിൽ 10 പേർ അവിശ്വാസത്തിൻ്റെ വാർത്ത പറഞ്ഞപ്പോൾ ജനമെല്ലാം അവരോട് കൂടെ ചേർന്ന് ദൈവത്തെ തള്ളിപ്പറഞ്ഞു. അപ്പോൾ ദൈവം അവർക്ക് നൽകിയ ശിക്ഷയാണ് ഈ വാക്യത്തിൽ ഉള്ളത്. മോശെ അയച്ച ഗോത്രപിതാക്കന്മാർ 40 ദിവസങ്ങൾ കനാൻ ദേശത്തെ ചുറ്റി നടന്ന് കണ്ടു. ഓരോ ദിവസത്തിനും 1 വർഷം എന്ന നിലയിൽ 40 വർഷങ്ങൾ അവർ മരുഭൂമിയിൽ ഉഴന്നു നടന്നു. അവിശ്വസിച്ച ജനം മരുഭൂമിയിൽ വെച്ച് മരിച്ചു. എഗസ്കേൽ പ്രവചനം 4 അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങളിലും ഇതുപോലെ സംവത്സരങ്ങളെ ദിവസങ്ങളായി എണ്ണുന്ന രീതി കാണാം. ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ദാനിയേലിൻ്റെ 70 ആഴ്ചവട്ടത്തെ 490 വർഷങ്ങളായി നമുക്ക് കണക്കാക്കാം. അതായത് ഒരാഴ്ച എന്ന് പറയുന്നത് 7 ദിവസങ്ങൾ, ഒരു പ്രവചന ദിവസം എന്നത് 1 വർഷം, ഒരു ആഴ്ചവട്ടക്കാലം എന്ന് പറയുന്നത് 7 വർഷങ്ങൾ, 70 ആഴ്ചവട്ടം എന്ന് പറയുന്നത് 7 × 70, 7 × 70 സമം 490 വർഷങ്ങൾ. ഗബ്രിയേൽ നൽകിയ ഈ വെളിപ്പാട് ഇസ്രായേൽ ജനത്തിനുള്ളതാണ്, അവരുടെ ഭാവി ചരിത്രമാണ്. ഇത് പുതിയ നിയമസഭയുടെ സമ്പൂർണ്ണ ഭാവി ചരിത്രമല്ല. നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു എന്നാണ് ഗബ്രിയേൽ പറഞ്ഞത്. ദാനിയേൽ പ്രവചനം 9 അധ്യായം 24 വാക്യത്തിൽ. എന്നാൽ പഴയ നിയമസഭയും പുതിയ നിയമസഭയും തമ്മിലുള്ള വേർതിരിവ് നേർത്തതായതിനാൽ ഇതിൽ പുതിയ നിയമ കാലഘട്ടവും ഉൾപ്പെടും. പുതിയ നിയമസഭയ്ക്ക് എന്ത് സംഭവിക്കും എന്നല്ല മുഖ്യ വിഷയം, എങ്കിലും സഭയെ ബാധിക്കുന്ന സംഭവങ്ങളും ഇതിലുണ്ട്. ഇതിൽ യേശുക്രിസ്തുവിൻ്റെ 1ാമത്തെ വരവും ക്രൂശീകരണവും ഉൾപ്പെടുന്നു. ഗബ്രിയേൽ അറിയിച്ച പ്രവചനങ്ങൾ എതിർ ക്രിസ്തുവിൻ്റെ അവസാനം വരെ നീളുന്ന കാലത്തെക്കുറിച്ചുള്ളതാണ്. എന്നാൽ ഇതെല്ലാം യഹൂദ ജനവുമായി ബന്ധപ്പെടുത്തിയാണ് ഗബ്രിയേൽ ദൂതൻ പറയുന്നത്. ദാനിയേൽ 9:25 വാക്യത്തിൽ ഇവിടെ നമ്മൾ കാണുന്ന വചനമനുസരിച്ച് ഈ പ്രവചനത്തിലെ 70 ആഴ്ചവട്ടം യെറുസലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയാൻ
കൽപ്പന പുറപ്പെടുന്നത് മുതൽ ആരംഭിക്കും. യെരുസലേം ദേവാലയത്തെ മാത്രമല്ല, അതിൻ്റെ പട്ടണത്തെയും പുതുക്കി പണിയാൻ മേദ്യ പാർസ്യ രാജാക്കന്മാർ കൽപ്പന പുറപ്പെടുവിക്കുന്നത് 4 സന്ദർഭങ്ങളിലാണ്. അപ്പോഴെല്ലാം കുറേ യഹൂദന്മാർ ബാബേൽ പ്രവാസത്തിൽ നിന്നും യെരുസലേമിലേക്ക് തിരികെ പോയി. BC 538 യെരുസലേം ദേവാലയം പുനർനിർമ്മിക്കുവാൻ പാർസി രാജാവായ കോരശ് കൽപ്പനയിറക്കി. 2 ദിനവൃത്താന്തം 36-ാം അധ്യായം അതിൻ്റെ 22, 23 വാക്യങ്ങളിലും, എസ്രയുടെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലും, 5-ാം അധ്യായം 13-ാം വാക്യത്തിലും, 6-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിലും ഇത് നമ്മൾ കാണുന്നുണ്ട്. BC 520 ദാര്യാവേശ് രാജാവ് കോരശിൻ്റെ ഉത്തരവിനെ ഉറപ്പിച്ചുകൊണ്ട് വീണ്ടും കൽപ്പനയിറക്കി. എസ്രയുടെ പുസ്തകം 6-ാം അധ്യായം 1-ാം വാക്യം, 6-ാം അധ്യായം 12-ാം വാക്യം. BC 458 പാർസി രാജാവായ അർത്തഹ്ഷഷ്ടഹ് മഹാരാജാവ് അവൻ്റെ വാഴ്ചയുടെ 7-ാം ആണ്ടിൽ മറ്റൊരു കൽപ്പനയിറക്കി. BC 445 അദ്ദേഹത്തിൻ്റെ വാഴ്ചയുടെ 20-ാം ആണ്ടിൽ യെരുസലേം പട്ടണത്തെ പുതുക്കി പണിയുവാൻ രണ്ടാമതൊരു കൽപ്പനയിറക്കി. നെഹമ്യാ പ്രവചനം 2-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. യഹൂദന്മാർക്ക് പ്രവാസത്തിൽ നിന്ന് തിരികെ പോയി യെരുസലേമിനെയും ദേവാലയത്തെയും പുതുക്കി പണിയുവാനുള്ള സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച രാജാവ് എന്ന നിലയിൽ കോരശ് പ്രസിദ്ധനാണ്. കോരശ് ഒരു ബഹുദൈവ വിശ്വാസിയായിരുന്നതിനാൽ അവൻ യഹോവയായ ദൈവത്തെ ആരാധിക്കുന്നതിനെ എതിർത്തിരുന്നില്ല. അവൻ്റെ കൽപ്പനയിൽ പറയുന്ന വാചകം ബഹുദൈവ വിശ്വാസത്തിന് ഉദാഹരണമാണ്. എസ്ര 1:3 ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവയ്ക്ക് ആലയം പണിയട്ടെ, അവനല്ലോ യെരുസലേമിൻ്റെ ദൈവം. അതിനാൽ യെരുസലേം ദേവാലയം പുതുക്കി പണിയുവാൻ യഹൂദന്മാർക്ക് അവൻ അധികാരം നൽകി. പ്രവാസത്തിലുള്ളവർക്ക് ആലയത്തിൻ്റെ പണിക്കായി തിരികെ പോകുവാനും അവൻ സ്വാതന്ത്ര്യം നൽകി. ഇത് നെബൂഖദ്നേസർ രാജാവ് യെരുസലേം ദേവാലയത്തെ തകർത്തതിന് ഏകദേശം 50 വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് സംഭവിച്ചത്. കോരശ് ഇപ്രകാരം യഹൂദന്മാർക്ക് യെരുസലേം ദേവാലയം പുതുക്കി പണിയുവാൻ കൽപ്പന പുറപ്പെടുവിക്കുമെന്ന് യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം മുന്നമേ അറിയിച്ചിട്ടുണ്ട്. യെശയ്യാ പ്രവചനം 44-ാം അധ്യായം 28-ാം വാക്യം. കോരശ് എൻ്റെ ഇടയൻ, അവൻ എൻ്റെ ഹിതമൊക്കെ നിവർത്തിക്കും എന്നും യെരുസലേം പണിയപ്പെടും, മന്ദിരത്തിന് അടിസ്ഥാനമിടും എന്നും ഞാൻ കൽപ്പിക്കുന്നു. കോരേശിൻ്റെ കൽപ്പനയെക്കുറിച്ച് എസ്ര ഇങ്ങനെയാണ് വിവരിക്കുന്നത്. എസ്രയുടെ പുസ്തകം 1-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ. 1 യിരെമ്യാവ് മുഖാന്തരമുണ്ടായ യഹോവയുടെ അരുളപ്പാട് നിവൃത്തിയാകേണ്ടതിന് പാർസി രാജാവായ കോരേശിൻ്റെ 1-ാം ആണ്ടിൽ യഹോവ പാർസി രാജാവായ കോരേശിൻ്റെ മനസ്സുണർത്തിച്ചിട്ട് അവൻ തൻ്റെ രാജ്യത്തെല്ലായിടവും ഒരു വിളംബരം പ്രസിദ്ധമാക്കി രേഖാമൂലവും പരസ്യം ചെയ്തതെന്തെന്നാൽ, പാർസി രാജാവായ കോരശ് ഇപ്രകാരം കൽപ്പിക്കുന്നു: സ്വർഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങളെയും എനിക്ക് തന്നിരിക്കുന്നു. യഹൂദയിലെ യെരുസലേമിൽ അവനൊരു ആലയം പണിവാൻ എന്നോട് കൽപ്പിച്ചുമിരിക്കുന്നു. 3-ാം വാക്യങ്ങളിൽ വരുമ്പോൾ, നിങ്ങളിൽ അവൻ്റെ ജനമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ്റെ ദൈവം അവനോടുകൂടെ ഇരിക്കുമാറാകട്ടെ. അവൻ യഹൂദയിലെ യെരുസലേമിലേക്ക് യാത്ര പുറപ്പെട്ട് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയ്ക്ക് ആലയം പണിയട്ടെ, അവനല്ലോ യെരുസലേമിൻ്റെ ദൈവം. കോരശിൻ്റെ കൽപ്പനയോടെ എസ്ര, സെരുബാബേൽ എന്നിവരോടുകൂടെ ഏകദേശം 50,000-ഓളം യഹൂദന്മാർ സ്വന്തം ദേശത്തേക്ക് തിരിച്ചുപോയി. അതിനുശേഷം നെഹമ്യാവിൻ്റെ കൂടെയും അനേകർ തിരികെ പോയിട്ടുണ്ടാവണം. അവർ യെരുസലേമിലെത്തി ദേവാലയം പുതുക്കിപ്പണിതു. ഘട്ടം ഘട്ടമായി ആലയത്തിൻ്റെ പണി 515 BC പൂർത്തിയാക്കി. ശലോമോൻ്റെ ദേവാലയത്തിൻ്റെ പരിമിതമായൊരു രൂപം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. ആ ഒരു പരിമിതമായ രൂപം മാത്രമേ അവർക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞുള്ളൂ. ഇതിനെയാണ് രണ്ടാമത്തെ ദേവാലയം എന്ന് വിളിക്കുന്നത്. യഹൂദന്മാർക്ക് പ്രവാസ ജീവിതത്തിൽ നിന്നും തിരികെ സ്വന്തം ദേശത്തേക്ക് പോകുവാനും അവിടെ യഹോവയായ ദൈവത്തിന് ആലയം നിർമ്മിക്കുവാനുമുള്ള രാജകീയ കൽപ്പന ആദ്യമായി പുറപ്പെടുവിച്ചത് കോരശായിരുന്നു. എന്നാൽ
ഈ കൽപ്പനയോടെയല്ല ദാനിയേലിൻ്റെ 70 ആഴ്ചവട്ടം ആരംഭിക്കുന്നത്. രണ്ടാമത്തെയും ഒന്നാമത്തെയും കൽപ്പനകൾ യെരുസലേം ദേവാലയത്തെ പുതുക്കി പണിയുവാൻ ഉള്ളതായിരുന്നു. കോരേശ്, ദാര്യാവേശ് എന്നിവരുടെ കൽപ്പനകളിലും അർത്തശഷ്ടാവ് രാജാവിൻ്റെ കാലത്തെ കൽപ്പനയിലും യെരുസലേം പട്ടണത്തിൻ്റെ പുനർനിർമ്മാണത്തെക്കുറിച്ച് പറയുന്നില്ല. മൂന്നാമത്തെ കൽപ്പനയിൽ, അതായത് അർത്തശഷ്ടാവ് രാജാവിൻ്റെ ആദ്യത്തെ കൽപ്പനയിൽ യെരുസലേമിൽ നീതിന്യായ വ്യവസ്ഥ സ്ഥാപിക്കുവാൻ രാജാവ് കൽപ്പിച്ചു. എസ്രയുടെ പുസ്തകം 7-ാം അധ്യായം 25-26 വാക്യങ്ങൾ. നീയോ എസ്രയെ, നിനക്ക് നിന്റെ ദൈവം നൽകിയ ജ്ഞാനപ്രകാരം നദിക്കക്കരെ പാർക്കുന്ന സകല ജനത്തിനും നിന്റെ ദൈവത്തിൻ്റെ ന്യായപ്രമാണങ്ങളെ അറിയുന്ന ഏവർക്കും തന്നെ ന്യായം പാലിച്ചു കൊടുക്കേണ്ടതിന് അധികാരികളെയും ന്യായാധിപന്മാരെയും നിയമിക്കണം. അറിയാത്തവർക്കോ നിങ്ങൾ അവയെ ഉപദേശിച്ചു കൊടുക്കണം. എന്നാൽ നിന്റെ ദൈവത്തിൻ്റെ ന്യായപ്രമാണവും രാജാവിൻ്റെ ന്യായപ്രമാണവും അനുസരിക്കാത്ത ഏവനെയും ജാഗ്രതയോടെ ന്യായം വിസ്തരിച്ച് മരണമോ പ്രവാസമോ പിഴയോ തടവോ അവന് കൽപ്പിക്കേണ്ടതാകുന്നു. നെഹമ്യാവിന് നൽകിയ 4-ാമത്തെ കൽപ്പനയിലാണ് യെരുസലേം പട്ടണത്തെ പുതുക്കി പണിയുവാനുള്ള ഉത്തരവുള്ളത്. BC 445 അർത്തശഷ്ടാവ് പുറപ്പെടുവിച്ച 2-ാമത്തെ കൽപ്പനയാണ് ഗബ്രിയേൽ അറിയിച്ച ദൂത്. യെരുസലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ ആരംഭിക്കുന്ന 70 ആഴ്ചവട്ടത്തെക്കുറിച്ചാണ്. അതിനാൽ ഈ പ്രവചനം 445 BC മുതൽ ആരംഭിക്കുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചുള്ളതാണ്. യെരുസലേം പട്ടണത്തിൻ്റെ പുനർനിർമ്മാണം യഹൂദന്മാരുടെ ആദ്യത്തെ കൂട്ടം ബാബേൽ പ്രവാസത്തിലേക്ക് പോയതിൻ്റെ 90 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മുതൽ ആരംഭിച്ചു. യെരുസലേം പട്ടണത്തിൻ്റെ പുനർനിർമ്മാണം ആരംഭിച്ചത് മുതൽ ദാനിയേലിൻ്റെ ദർശനത്തിലെ 70 ആഴ്ചവട്ടം ആരംഭിക്കുന്നു. പ്രവചനത്തിലെ 70 ആഴ്ചവട്ടത്തെ ഗബ്രിയേൽ ദൂതൻ 3 കാലഘട്ടമായാണ് തിരിക്കുന്നത്. ഒന്ന്, 7 പ്രവചന ആഴ്ചവട്ടം, അതായത് 7 × 7 = 49 വർഷങ്ങൾ. രണ്ടാമത്തെ കാലഘട്ടം 62 പ്രവചന ആഴ്ചവട്ടം, അതായത് 7 × 62 7 × 62 434 വർഷങ്ങൾ. മൂന്നാമത്തെ ഘട്ടം 1 പ്രവചന ആഴ്ചവട്ടം, അതായത് 7 × 1 7 വർഷങ്ങൾ. ഒന്നാമത്തെ ഘട്ടം 7 × 7 49 വർഷങ്ങൾ. രണ്ടാമത്തെ ഘട്ടം 62 പ്രവചന ആഴ്ചവട്ടമാണ്. അത് 7 × 62 434 വർഷങ്ങൾ. മൂന്നാമതായി 1 പ്രവചന ആഴ്ചവട്ടം എന്ന് പറയുന്ന 7 × 1, അതായത് 7 വർഷങ്ങൾ. പ്രവചന വ്യാഖ്യാനം നമുക്കൊന്ന് നോക്കാം. 7 പ്രവചന ആഴ്ചവട്ടം, അതായത് 49 വർഷങ്ങൾ. ഗബ്രിയേൽ ദൂതൻ അറിയിച്ച 70 ആഴ്ചവട്ടത്തിൻ്റെ ആദ്യത്തെ 69 വർഷങ്ങളെ ആദ്യത്തെ 7 വർഷങ്ങൾ, അതിനുശേഷമുള്ള 62 വർഷങ്ങൾ എന്നിങ്ങനെ 2ആയി വിഭജിച്ചിരിക്കുന്നു. ആദ്യത്തെ 7 വർഷങ്ങളിലാണ് യെരുസലേം പട്ടണം തന്നെ പുതുക്കി പണിയുന്നത്. ഇത് 49 വർഷങ്ങളാണ് യെരുസലേം പട്ടണത്തെ പുനർനിർമ്മിക്കുവാനായി മേദ്യ പാർസ്യ രാജാക്കന്മാർ എസ്ര, നെഹമ്യാവ് എന്നിവരെ അധികാരപ്പെടുത്തി. അവിടെ നിയമവാഴ്ച സ്ഥാപിക്കുവാനും അവർക്ക് അധികാരമുണ്ടായിരുന്നു. ഈ ജോലികൾ പൂർത്തിയാക്കുവാൻ BC 445 അർത്തശഷ്ടാവ് കൽപ്പന പുറപ്പെടുവിച്ചതു മുതൽ 49 വർഷങ്ങൾ വേണ്ടിവന്നു. അങ്ങനെ BC 395 യെരുസലേം പട്ടണത്തിൻ്റെ പുനർനിർമ്മാണം പൂർത്തിയായി. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 25-ാം വാക്യത്തിൽ ഗബ്രിയേൽ ദൂതൻ പറഞ്ഞത് യെരുസലേമിനെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും എന്നാണ്. ഈ കഷ്ടകാലം എന്താണ് എന്ന് ദൂതൻ അവിടെ വിശദീകരിക്കുന്നില്ല. അതൊരു പക്ഷേ അതിൻ്റെ പുനർനിർമ്മാണ വേളയിലുണ്ടായ എതിർപ്പുകളാവാം. നെഹമ്യാവ് അർത്തശഷ്ട രാജാവിൻ്റെ 2-ാം ആണ്ടിലാണ് അദ്ദേഹത്തിൻ്റെ പാനപാത്രവാഹകനായി ജോലി ചെയ്യുന്നത്. ഒരു ദിവസം നെഹമ്യാവിനെ ദുഃഖിതനായി കണ്ട രാജാവ് അതിന് കാരണം തിരക്കി. നെഹമ്യാവ് രാജമുമ്പാകെ ഇങ്ങനെ ബോധിപ്പിച്ചു. നെഹമ്യാ പ്രവചനം
2-ാം അധ്യായം 3-5 വാക്യങ്ങൾ. അപ്പോൾ ഞാൻ ഏറ്റവും ഭയപ്പെട്ടു രാജാവിനോട്, രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ, എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണം ശൂന്യമായും അതിൻ്റെ വാതിലുകൾ തീ കൊണ്ട് വെന്തും കിടക്കെ എൻ്റെ മുഖം വാടാതെ ഇരിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. 5-ാം വാക്യം. രാജാവിനോട്, രാജാവിന് തിരുവുള്ളമുണ്ടായി അടിയന് തിരുമുമ്പിൽ ദയ ലഭിച്ചുവെങ്കിൽ അടിയനെ യഹൂദയിൽ എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണത്തിലേക്ക് അത് പണിയേണ്ടതിന് ഒന്നയക്കണമേ എന്ന് ഉണർത്തിച്ചു. അങ്ങനെ രാജാവ് യെറുസലേമിനെ പുതുക്കി പണിയുവാൻ കൽപ്പന കൊടുത്തു. യെറുസലേമിൽ ചെന്ന നെഹമ്യാവ് രാത്രിയിൽ പട്ടണം ചുറ്റി നടന്നു നോക്കി. നെഹമ്യാവ് 2:13 ഞാൻ രാത്രിയിൽ താഴ്വര വാതിൽ വഴിയായി പെരുമ്പാമ്പുറവിങ്കലും കുപ്പവാതുക്കലും ചെന്ന് യെറുസലേമിൻ്റെ മതിലുകളെ ഇടിഞ്ഞു കിടക്കുന്നതും വാതിലുകൾ തീ വെച്ച് ചുട്ടിരിക്കുന്നതും കണ്ടു. എന്നാൽ നെഹമ്യാവിൻ്റെ വരവും പ്രവർത്തനങ്ങളും ഹോരാന്യനായ സൻബല്ലത്തും അമോന്യനായ ദാസൻ തോബിയാവ് എന്നിവർക്ക് അനിഷ്ടമായി. അവർ പട്ടണത്തിൻ്റെ പണിയെ ശല്യം ചെയ്തുകൊണ്ടിരുന്നു. സൻബല്ലത്ത് ഒരു മോവാബ്യനും തോബിയാവ് ഒരു അമോന്യനുമായിരുന്നു. അവർ മേദ്യ പാർസ്യ സാമ്രാജ്യത്തിന് കീഴിൽ ശമര്യരുടെ പ്രാദേശിക ഭരണാധികാരികളായിരുന്നു. ഇവരുടെ എതിർപ്പുകളുടെ ഇടയിലാണ് യെറുസലേമിനെ പുതുക്കിപ്പണിത്. അതായത് ദാനിയേൽ പ്രവചനത്തിൽ പറയുന്ന പോലെ യെറുസലേമിനെ കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിതു. അതിനെ, അതായത് യെറുസലേം പട്ടണത്തെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. ഈ പ്രവചനത്തിന് ചരിത്രപരമായൊരു വ്യാഖ്യാനം കൂടിയുണ്ട്. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 25-ാം വാക്യത്തിൽ നമ്മൾ ഈ വാക്യം കാണുന്നു. ഇത് ഗ്രീക്ക് ചക്രവർത്തി ആൻറ്റിയോക്കസ് 4-ാമൻ എപ്പിഫാനസിൻ്റെ കാലത്തുണ്ടായ അതിക്രമങ്ങളാണ് എന്ന് ചില വേദപണ്ഡിതന്മാർ കരുതുന്നു. അലക്സാണ്ടർ ചക്രവർത്തിയുടെ മരണശേഷം ഗ്രീക്ക് സാമ്രാജ്യം പ്രധാനമായും 3ആയി വിഭജിക്കപ്പെട്ടു. അതിലൊന്ന് അന്ത്യോക്യയിലെ സിറിയ, മെസപ്പൊത്താമിയയിലെ, അതായത് ഇറാഖ് എന്ന സ്ഥലം വരുന്ന മെസപ്പൊത്താമിയയിലെ സെലൂസിയ എന്നീ 2 തലസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് രൂപീകരിച്ച സെലൂസിഡ് സാമ്രാജ്യമായിരുന്നു. വളരെ വിശാലമായൊരു സാമ്രാജ്യമായിരുന്നതിനാലാണ് അതിന് 2 ഭരണ തലസ്ഥാനങ്ങളുണ്ടായിരുന്നത്. യഹൂദ്യ ദേശം സെലൂസിഡ് സാമ്രാജ്യത്തിൻ്റെ അധീനതയിലായിരുന്നു. അവരുടെ ഭരണത്തിൻ്റെ ആദ്യ നാളുകളിൽ യഹൂദന്മാർക്ക് പൂർണ്ണമായ മതസ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. എന്നാൽ 175 BC-യിൽ ആൻറ്റിയോക്കസ് 4-ാമൻ എപ്പിഫാനസ് എന്ന രാജാവ് അധികാരത്തിൽ വന്നപ്പോൾ അവരുടെ സ്വാതന്ത്ര്യം അപകടത്തിലായി. അതിനാൽ യഹൂദിയിൽ ഗ്രീക്ക് സംസ്കാരം അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ കലാപങ്ങളുണ്ടായി. 167 BC-യിൽ ഈജിപ്തിനെ ആക്രമിച്ചതിന് ശേഷം തിരികെ പോകുമ്പോൾ അദ്ദേഹം യെറുസലേമിനെയും ആക്രമിച്ചു, കലാപങ്ങളെ അടിച്ചമർത്തി. അതിൻ്റെ മേൽ പരിപൂർണ അധികാരം താൻ നിലനിർത്തി. ആൻറ്റിയോക്കസ് സാമ്രാജ്യത്തിലെ എല്ലാ പ്രദേശങ്ങളിലും ഗ്രീക്ക് സംസ്കാരവും ജീവിത രീതികളും ഗ്രീക്ക് മതവും നിർബന്ധമാക്കി. അങ്ങനെ യഹൂദിയിലും ശബത്താചരണവും പരിച്ഛേദനയും നിർത്തലാക്കി. യെറുസലേം ദേവാലയത്തിൽ ഗ്രീക്ക് ദേവനായ സിയോസ് ദേവന്റെ പ്രതിമ സ്ഥാപിച്ചു. അതിനെ ആരാധിക്കുവാനും അതിന് യാഗമർപ്പിക്കുവാനും യഹൂദന്മാരോട് കൽപ്പിക്കുകയും ചെയ്തു. ഇതിനെക്കുറിച്ചായിരിക്കാം ഗബ്രിയേൽ ദൂതൻ യെറുസലേം പട്ടണത്തെ കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും എന്ന് പ്രവചിച്ചത്. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 25-ാം വാക്യം. 62 പ്രധാന പ്രവചന ആഴ്ചവട്ടം, 434 വർഷങ്ങൾ. 70 ആഴ്ചവട്ടത്തിലെ 2-ാമത്തെ ഘട്ടം 62 പ്രവചന ആഴ്ചവട്ടമാണ്. ഇത് 434 വർഷങ്ങളാണ്. ഇത് യെറുസലേം പട്ടണത്തിൻ്റെ പുനർനിർമ്മാണം പൂർത്തിയായതു മുതലുള്ള 434 വർഷങ്ങളാണ്. ഈ കാലഘട്ടം അവസാനിക്കുന്നത് അഭിഷിക്തനായൊരു പ്രഭുവിൻ്റെ അല്ലെങ്കിൽ മശിഹയുടെ വരവോടുകൂടെയാണ്. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 25-ാം വാക്യത്തിൽ, അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ടതെന്തെന്നാൽ യെറുസലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നതു മുതൽ അഭിഷിക്തനായൊരു പ്രഭു വരെ 7 ആഴ്ചവട്ടം, 62 ആഴ്ചവട്ടം കൊണ്ട് അതിനെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും.
ഇവിടെ മലയാളത്തിലുള്ള വിവർത്തനത്തിൽ ചെറിയൊരു ആശയക്കുഴപ്പമുണ്ട്. അത് ശരിയായ സ്ഥലത്ത് വിരാമചിഹ്നമില്ലാത്തതിനാലാണ്. വാക്യം ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്: അതുകൊണ്ട് നീ അറിഞ്ഞ് സംഗ്രഹിച്ചു കൊള്ളേണ്ടത് എന്തെന്നാൽ, യെരുസലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായൊരു പ്രഭു വരെ 7 ആഴ്ചവട്ടവും 62 ആഴ്ചവട്ടവും ഉണ്ടായിരിക്കും. അതിനെ, അതായത് യെരുസലേം പട്ടണത്തെ, വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. അതായത് യെരുസലേം പുനർനിർമ്മിക്കപ്പെട്ടു കഴിഞ്ഞ് മശിഹയുടെ വരവ് വരെ 62 ആഴ്ചവട്ടം ഉണ്ടായിരിക്കും. അതിന് 434 വർഷങ്ങളാണ്. ദാനിയേൽ 9:26 വാക്യം അനുസരിച്ച് 62 ആഴ്ചവട്ടം കഴിയുമ്പോൾ അഭിഷിക്തൻ അല്ലെങ്കിൽ മശിഹ കൊല്ലപ്പെടും. ദാനിയേൽ 9:26 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും, അവന് ആരും ഇല്ലെന്ന് വരും. പഴയ നിയമകാലത്ത് യഹൂദന്മാരുടെ ഒരു വർഷത്തിന് 360 ദിവസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ 70 ആഴ്ചവട്ടം എന്നത് 1,76,400 ദിവസങ്ങളാണ്. ഇതിനെ നമ്മുടെ സോളാർ കലണ്ടർ പ്രകാരം 365 ദിവസങ്ങളുള്ള വർഷങ്ങളാക്കിയാൽ അത് 483 വർഷങ്ങളാകും. അതായത് 70 ഗുണം 7 490, 490 ഗുണം 360 1,76,400. 69 ആഴ്ചവട്ടം എന്നത് 1,73,880 ദിവസങ്ങളാണ്. ഇതിനെ നമ്മുടെ സോളാർ കലണ്ടർ പ്രകാരം 365 ദിവസങ്ങളുള്ള വർഷങ്ങളാക്കിയാൽ അതിന് 476 വർഷങ്ങളാകും. യെരുസലേം പട്ടണത്തിൻ്റെ പുനർനിർമ്മാണത്തിന് രാജകീയ കൽപ്പന പുറപ്പെടുന്ന നാൾ മുതൽ 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും. 69 ആഴ്ചവട്ടം എന്നത് 483 വർഷങ്ങളാണ്. അത് നമ്മുടെ 476 വർഷങ്ങളാണ്. യെരുസലേമിനെ പുതുക്കി പണിയുവാൻ അർത്തശഷ്ടാവ് രാജാവിൻ്റെ 2ാമത്തെ കൽപ്പന ഉണ്ടായത് 445 അല്ലെങ്കിൽ 444 BC-യിലാണ്. ഇതിനെ 476 വർഷങ്ങൾ കൊണ്ട് ക്രമീകരിച്ചാൽ അത് 33 അല്ലെങ്കിൽ 32 AD ആകും. ഇതേ വർഷമാണ് യേശുക്രിസ്തു യെരുസലേം പട്ടണത്തിലേക്ക് രാജാവായി കഴുതപ്പുറത്ത് പ്രവേശിച്ചത്. അവൻ യെരുസലേമിലേക്കും ദേവാലയത്തിലേക്കും പ്രവേശിക്കുന്നത് തിങ്കളാഴ്ചയാണ്. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ, മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ, ലൂക്കോസ് 19-ന്റെ 28 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ. അതേ ആഴ്ചയിൽ വെള്ളിയാഴ്ച അവൻ ക്രൂശിക്കപ്പെടുകയും ചെയ്തു. യേശു ക്രിസ്തുവിൻ്റെ 1ാമത്തെ വരവിൻ്റെയും ക്രൂശീകരണത്തിൻ്റെയും വ്യക്തമായ ഒരു പ്രവചനമാണിത്. അവൻ ആരുമില്ലെന്ന് വരും എന്നത് യേശു ക്രിസ്തുവിനെ തൻ്റെ വിചാരണയിലും ക്രൂശീകരണത്തിലും ശിഷ്യന്മാർ പോലും അവനെ ഉപേക്ഷിച്ച് ഓടിക്കളഞ്ഞത് പോയതുകൊണ്ടായിരിക്കാം. അങ്ങനെ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവനായാണ് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്. ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. മശിഹ കൊല്ലപ്പെടുന്നത് 62 ആഴ്ചവട്ടം കഴിയുമ്പോഴാണ്. അതായത് BC 445 അർത്തശഷ്ടാവ് രാജാവ് യെരുസലേം പണിയുവാൻ കൽപ്പന പുറപ്പെടുവിച്ച് 69 ആഴ്ചവട്ടം കഴിയുമ്പോൾ മശിഹ കൊല്ലപ്പെടും. ഇത് AD 32 അല്ലെങ്കിൽ 33 സംഭവിച്ചു. ദാനിയേലിൻ്റെ 70 ആഴ്ചവട്ടത്തിലെ ഒരാഴ്ചവട്ടം കൂടി ഇനി ബാക്കിയുണ്ട്. എന്നാൽ അഭിഷിക്തൻ കൊല്ലപ്പെടുന്നത് അവസാനത്തെ ഒരു ആഴ്ചവട്ടത്തിലല്ല. അതിൻ്റെ അർത്ഥം അർത്തശഷ്ടാവിൻ്റെ കൽപ്പനയ്ക്ക് ശേഷമുള്ള 69 ആഴ്ചവട്ടത്തിനും അവസാനത്തെ ഒരാഴ്ചവട്ടത്തിനും ഇടയിൽ ചില സംഭവങ്ങളുടെ ഇടവേളയുണ്ട്. യെരുസലേമിൻ്റെ പുനർനിർമ്മാണത്തിന് ശേഷമുള്ള 62 ആഴ്ചവട്ടത്തിനും അഭിഷിക്തൻ ഛേദിക്കപ്പെടുന്നതിന് ശേഷം ഒരു വലിയ ചരിത്ര സംഭവം ഉണ്ടാകുമെന്ന് ഗബ്രിയേൽ ദൂതൻ ദാനിയേലിനെ അറിയിച്ചു. 70 ആഴ്ചവട്ടം എന്താണെന്നുള്ളത് ഏകദേശം ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. തുടർമാനമായുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.